പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ തിരുവചനം പ്രഘോഷിക്കപ്പെടുന്ന ഈ ചാനൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലല്ല. കർത്താവിൻ്റെ തിരുവചനം യാതൊരുവിധ കളങ്കവുമില്ലാതെ യാതൊരുവിധ സാമ്പത്തിക നേട്ടവും പോലും ലക്ഷ്യം വയ്ക്കാതെ കൊണ്ട് എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ, ഈ വചനങ്ങളും വചനധ്യാനവും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ദൈവവചനം എത്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവചനത്തിൽ അവിടെ നിന്ന് പറയുന്നു: പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അനുസരണം എന്ന പുണ്യവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബം, അവൻ്റെ തലമുറ, വ്യക്തിജീവിതം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു കാലഘട്ടം മുമ്പ് വരെ പിതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരുന്ന മക്കളായിരുന്നു കേരളത്തിൽ കൂടുതലുമെങ്കിൽ ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും പിതാവിനെ ബഹുമാനിക്കാതെ പിതാവിനെ അപമാനിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കാലഘട്ടം മുമ്പ് മാതാപിതാക്കൾ നിത്യദാരിദ്ര്യത്തിലായിരുന്നു. സാമ്പത്തികമായ തകർച്ച അനുഭവിച്ചു കൊണ്ടിരുന്ന മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നതിനും മക്കളെ വളർത്തുന്നതിനും വേണ്ടി പട്ടിണി കിടന്ന് അധ്വാനിച്ച മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ മക്കൾക്ക് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുത്ത് അവരെ വിശ്വാസത്തിൽ വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന മാതാപിതാക്കൾ. പക്ഷേ കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ സംഭവിച്ചത് ലോകത്തിൽ പല മേഖലകളിലും തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളുടെ ജീവിതാവസ്ഥകൾ ഓരോ കുടുംബത്തിലെ മക്കൾ കാണുവാൻ തുടങ്ങിയപ്പോൾ മാതാപിതാക്കൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ കൊണ്ട് തന്നിഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കുന്ന മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഇന്ന് ധാരാളമായിട്ടുണ്ട്. പല മേഖലകളിലും അനുഗ്രഹത്തിന് തടസ്സമായി, പ്രത്യേകിച്ചും ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് പിതാവുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിരിക്കുന്ന ഉലച്ചിലുകൾ. ഇവിടെ മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ധ്യാനിച്ചായിരുന്ന പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കുമെന്ന്. പിതാവ് മക്കളെ അനുഗ്രഹിക്കുമെങ്കിൽ പിതാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കളെയാണ് പിതാവിന് അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തുടർന്നുള്ള വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട്, അനുസരണക്കേട് കാണിച്ചുകൊണ്ട്, അവരെ അപമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ധാരാളം മക്കൾ ഈ ഭൂമിയിലുണ്ട് എന്നത് ശരി തന്നെയാണ്. യുവജനങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കളെ അംഗീകരിക്കാതെ ഒരുപക്ഷെ വളർന്നു വന്നപ്പോൾ അപ്പനേക്കാൾ ആരോഗ്യമുള്ള മകൻ, അപ്പനേക്കാൾ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, അപ്പനെ സംബന്ധിച്ച് കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ലായിരുന്നു, എന്നാൽ മകനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ആ മകൻ വളർന്നു വന്നു കഴിയുമ്പോൾ അപ്പനെ അംഗീകരിക്കാതെ കൊണ്ട് അപ്പനെ മാറ്റി നിർത്തുന്ന മകൻ, അപ്പനെ ബഹുമാനിക്കാതെ കൊണ്ട് അപ്പനെ വാക്കിലും പ്രവൃത്തിയിലും അപമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മക്കളെ സംബന്ധിച്ചൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവരുടെ ജീവിതം ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കത്തില്ല. അവരുടെ ജീവിതത്തിലേക്ക് ആത്മീയമായ മേഖലകളിൽ ഒരുപക്ഷെ ഭൗതികമായിട്ട് വിദേശത്തൊക്കെ ജോലി ചെയ്ത് കുറേ സമ്പത്ത് വലിച്ചു കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളക്കടത്തോ കരിഞ്ചന്തയോ വെട്ടിപ്പൊക്കെ നടത്തി ഞാൻ ജീവിക്കുന്നത് കാണിച്ചു തരാം, പൈസ ഉണ്ടാക്കാവും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയി പണം സമ്പാദിച്ച് പണം വർദ്ധിപ്പിച്ച മക്കൾ കാണും.
പക്ഷേ പണമേ അവിടെ വർദ്ധിച്ചിട്ടുള്ളൂ. അവൻ്റെ ആത്മീയമായ ജീവിതം അനുഗ്രഹത്തിന് പകരം ശാപത്തിൻ്റെ കുഴിയിലാണ് കിടക്കുന്നതെന്നുള്ള കാര്യം മറക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കും. ആരുടെ മുമ്പിൽ? അവൻ മഹത്വമാർജിക്കുന്നത് സമൂഹത്തിൻ്റെ മുമ്പിലല്ല. സമൂഹത്തിൻ്റെ കയ്യടി കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എത്ര കയ്യടി കിട്ടിയ എത്ര ഉന്നതനായ വ്യക്തിയായാലും ശരി, അവൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ വെറും ശവമായി അവൻ മാറ്റപ്പെടും. 3-4 ദിവസം കഴിയുമ്പോൾ പുഴുക്കൾക്കും കീടങ്ങൾക്കും അവൻ്റെ ശരീരം വിട്ടുകൊടുക്കേണ്ട ഗതികേട് സംഭവിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൃമികളും പുഴുക്കളും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ. പിന്നെ മരിച്ചു കഴിയുമ്പോഴത്തെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പിതാവിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, പിതാവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മഹത്വം ആർജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവത്തിരുമുമ്പിൽ അനുഗ്രഹീതനായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ദൈവത്തിരുമുമ്പിൽ പലരും അനുഗ്രഹീതരായി മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും ദൈവത്തിരുമുമ്പിൽ എന്ന് ആത്മപരിശോധന ചെയ്യണമേ. പിതാക്കന്മാരെ പുല്ലുപോലും വില കൊടുക്കാതെ കൊണ്ട് അവരെ തഴം താഴ്ത്തി സംസാരിച്ച് അവരെ വേദനിപ്പിച്ച് ഒരുപക്ഷെ അവർ മറുത്ത് പറഞ്ഞെന്നിരിക്കത്തില്ല. അവരുടെ ഹൃദയം വേദനിക്കുന്നുണ്ടാകും, അവരുടെ ഹൃദയം തേങ്ങുന്നുണ്ടാകും. ഈ തേങ്ങൽ ദൈവത്തിരുമുമ്പിലെത്തും. കാരണം ഈ ഭൂമിയിലേക്ക് ദൈവമായ കർത്താവ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അവർ പറയുന്നത് അനുസരിക്കുവാനായിട്ടുള്ള കടമയും ഉത്തരവാദിത്വവും മക്കൾക്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവെ, പലപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ചു പോകുന്ന വ്യക്തികളായി അനേകം മക്കൾ മാറ്റപ്പെടുന്നു. അവരുടെ ജീവിതത്തിലേക്ക് പിതാവിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സകല അനുഗ്രഹവും പുനഃസ്ഥാപിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.